ജീവനുള്ള തിരുവചനം നമ്മൾ ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനും നമ്മളെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ സമയം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ആ ഇടം അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഉള്ള മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പരമ പ്രധാനമായിട്ടുള്ള കാര്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യുവാനായിട്ട് നമ്മുടെ CCCയിൽ പ്രത്യേകമായിട്ട് പറയുന്നു. CCC എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അതായത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള മതബോധന ഗ്രന്ഥമാണ് കാറ്റഗിസം. സഭയുടെ കാറ്റഗിസമാണ്. അതിനകത്ത് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ 2691 ഖണ്ഡികയുടെ അതിന്റെ സംഗ്രഹത്തില് ഇങ്ങനെയാണ് പറയുക: ക്രൈസ്തവ കുടുംബമാണ് പ്രാർത്ഥനയുടെ പ്രഥമ പാഠശാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ കുടുംബമാണ് പ്രാർത്ഥനയുടെ പ്രഥമ പാഠശാല. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോജിച്ച സ്ഥലങ്ങൾ. ശ്രദ്ധിച്ചിരുന്നേ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോജിച്ച സ്ഥലങ്ങൾ. CCC പറയുകയാണ്, വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ പ്രാർത്ഥന വേദികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്രമങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയത്രേ. അപ്പോ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോജിച്ച സ്ഥലങ്ങൾ CCC പഠിപ്പിക്കുന്നത് വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ പ്രാർത്ഥന വേദികൾ. അപ്പൊ ആ സംശയം തീർന്നല്ലോ അല്ലേ? ഇത് എന്താ, പള്ളിയാണോ? പള്ളിയിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഒരുപക്ഷെ കൂട്ടായ്മ കുടുംബത്തിൽ, അടവ കുടുംബത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരാതിരിക്കുന്നവരുണ്ട്. CCC വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോജിച്ച സ്ഥലങ്ങൾ വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ പ്രാർത്ഥന വേദികൾ. അതാണ് ഇത്. തുടർന്ന് പിന്നെ ആശ്രമങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയത്ര. അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ആശ്രമത്തിൽ പോകുന്നു, തീർത്ഥാടന കേന്ദ്രം പോലെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം പ്രാർത്ഥിക്കുന്നു. ആശ്രമങ്ങൾ ഇല്ലേ? ബുധനാഴ്ച നമ്മള് വൈകിട്ട് എവിടെ പോകുന്നത്? ആശ്രമത്തിലാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് അല്ലേ? വിൻസേഷൻ സഭയുടെ ആശ്രമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ CCC വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് എന്നിവയത്ര. എന്നാൽ ഇടവക സമൂഹത്തിന് ആരാധന ക്രമപരമായ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കണം. ഇവിടെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടവക സമൂഹത്തിന് ആരാധന ക്രമപരമായ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കുമുള്ള ഏറ്റവും വിശിഷ്ടമായ സ്ഥലം ദൈവാലയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏറ്റവും വിശിഷ്ടമായ സ്ഥലം. എമർജൻസി സമയങ്ങളില് ഈ വിശുദ്ധ ബലി ഭവനങ്ങളിൽ വെക്കുന്നുണ്ട് അല്ലേ? ഭവനങ്ങളിൽ വെക്കുന്നുണ്ട്.
അല്ലേ? ചില സ്റ്റേഷനുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം ബലിയർപ്പിക്കുവാൻ ദേവാലയമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് എവിടെയും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാം. അതിന്റെ നിതാന്തമായിട്ടുള്ള വചനം ഏതാ? എന്റെ നാമത്തിൽ മത്തായി 18 മുതലുള്ള വചനങ്ങളിലല്ലേ? 18 മുതലുള്ള വചനങ്ങൾ നമ്മൾ എന്താ കാണുന്നത്? അവിടെ ആ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ആരുണ്ട്? ഈശോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നമുക്ക് എവിടെയും 2-3 പേർക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. എന്നാൽ CCC പഠിപ്പിക്കുന്നു, ബലിയർപ്പണത്തിനായി ഏറ്റവും വിശിഷ്ടമായ സ്ഥലം ദേവാലയമാണ്. ആരാധന ക്രമപരമായ പ്രാർത്ഥനയ്ക്ക്. അതുപോലെ പരിശുദ്ധ ബലിയർപ്പിക്കാൻ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞത്? ദേവാലയമാണ്. ഏറ്റവും തികവുറ്റ വിധം പ്രാർത്ഥിക്കുന്ന കണ്ടോ. ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകവും ശക്തിയും വരുന്നത് CCC, വീണ്ടും CCC 2679 ഖണ്ഡിക 2679 ഖണ്ഡികയിൽ പറയുകയാണ്, തികവുറ്റ വിധം പ്രാർത്ഥിക്കുന്ന മറിയം, നമ്മുടെ പരിശുദ്ധ അമ്മ സഭയുടെ പ്രതിരൂപം ആണ്. സഭയുടെ പ്രതിരൂപമാണ്. മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ സ്വപുത്രനെ അയക്കുന്ന നിത്യപിതാവിന്റെ പദ്ധതിയിൽ അവളോടൊപ്പം, ആരോടൊപ്പം? പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ അമ്മ സഭയുടെ പ്രതിരൂപമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിത്യപിതാവിന്റെ പദ്ധതിയിൽ അവളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ വത്സല ശിഷ്യൻ ചെയ്തതുപോലെ നാമും യേശുവിന്റെ അമ്മയും ജീവനുള്ളവരുടെ എല്ലാം അമ്മയുമായി തീർന്നവളെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് ഈ അമ്മയെ നമ്മൾ എപ്പോഴും കൂടെ കൂട്ടണം, കൊണ്ട് നടക്കണം. നമ്മുടെ ഭവനത്തിൽ സ്വാഗതം ചെയ്യണം, നമ്മുടെ കൂട്ടായ്മയിൽ സ്വാഗതം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. എന്താ പറയാ, അവളോടും നമുക്ക് പ്രാർത്ഥിക്കാനാകും. എന്താ പറഞ്ഞേ? പരിശുദ്ധ അമ്മയുടെ കൂടെയും അവളോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാൻ ആകും. CCC നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 2679 അമ്മയോട് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വചനം മാത്രം പോരെ ഇല്ലേ? വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരോട് തിരുസഭയുടെ പ്രബോധനം ഇതാണ്, അവളോട് കൂടെയും അമ്മയുടെ കൂടെയും അവളോടും അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാൻ ആകും. സഭയുടെ പ്രാർത്ഥന നിലനിന്നു പോകുന്നത് ഒരു വിധത്തിൽ മറിയത്തിന്റെ പ്രാർത്ഥനയിലൂടെയും അതുമായി പ്രത്യാശയിൽ ഐക്യപ്പെട്ടതുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ പ്രാർത്ഥനയുടെ ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഒരു സംശയം പലർക്കും ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഇവിടെ ജോസേട്ടന്റെ വീട്ടില് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് അത് സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രാർത്ഥനയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് 1-2 പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിട്ട് പിന്നെ വരാത്തവരെ പേടിച്ചു നിൽക്കുന്നവരുണ്ട്, വരാത്തവരുണ്ട് അല്ലെ? ഇങ്ങനെ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ ഭയപ്പെടുന്ന മക്കളെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, അല്ല, തിരുസഭ പറയുകയാണ്. തിരുസഭ പറഞ്ഞത് ആരിലൂടെയാ? പരിശുദ്ധാത്മാവിലൂടെ. തിരുസഭയുടെ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്ന പഠനവും പ്രബോധനവുമാണ്. ആ പ്രബോധനമാണ് നമ്മൾ കണ്ടത്.
എന്ത് പ്രാർത്ഥനയ്ക്കേറ്റ് യോജിച്ച സ്ഥലം, വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ പ്രാർത്ഥനാ വേദികൾ, ആശ്രമങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോ പ്രാർത്ഥിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് സഭ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തില്. മറ്റൊരു വചനം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. മർക്കോസ് 1:30 വരെ ഫുൾ സ്ക്രീൻ വരണം കേട്ടോ, എന്നാലും അത് വായിക്കാം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നു. മതിയല്ലോ, മതി. ഞാൻ 1:35 മാത്രം വായിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞ? അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സത്യത്തില് ആരാ പ്രാർത്ഥിക്കുന്നത്? ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മള് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഒരു വചനമൊക്കെ എടുത്ത് പഠിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പ്രാർത്ഥനാക്കാരായിട്ട് മാറുകയാണ്. പ്രാർത്ഥനാക്കാരനും പ്രാർത്ഥനാക്കാരിയുമായിട്ട് മാറുക. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഞാൻ പ്രാർത്ഥിക്കും, എനിക്കിപ്പോ ആ പ്രാർത്ഥന പോകണ്ട, അല്ലെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കണ്ട, ആ ആരാധനയ്ക്ക് പോകണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് അത്യാവശ്യം വചനങ്ങൾ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം. എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുക. സത്യത്തില് നമ്മളാണോ പ്രാർത്ഥിക്കുന്നത്? ആരാ പ്രാർത്ഥിക്കുന്നത്? ആരാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ് അഥവാ ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ? അതുകൊണ്ടാണ് മത്തായി 26 മത്തായി 26:36 അവിടെ നമ്മൾ ഗെത്സമേൻ തോട്ടത്തിന്റെ ഒരു പശ്ചാത്തലത്തില് നമ്മൾ കാണുകയാണ്. യേശു അവരോടൊത്ത് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോയി ഇല്ലേ? അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നാ പറഞ്ഞു? ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഹല്ലേലൂയ. അവിടെ ആരാ പ്രാർത്ഥിക്കുന്നത്? ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ കാണുന്നത് ഈശോ പറയുന്നത് എന്താ? അവിടെ ശിഷ്യന്മാര് നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. എന്റെ ഒപ്പം എനിക്ക് ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. വലിയ കഠിനമായ ഒരു മനോവേദന എന്നെ അലട്ടുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കാൻ വരിക. അങ്ങനെയാണോ ഈശോ പറഞ്ഞേ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് നമ്മൾ കാണുന്നില്ലേ? യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. ഒപ്പം എന്തെന്ന് യേശു പ്രാർത്ഥിക്കുക? ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, യേശുവിന്റെ കൂടെ ആയിരിക്കുന്നവർ, അതാരാ? യേശുവിൽ വിശ്വസിക്കുന്നവർ. ആർക്ക് വേണ്ടി കൂടിയാ പ്രാർത്ഥിക്കുന്നത്? ഇവർക്ക് വേണ്ടി. വായിച്ചേ. എന്തെന്നാൽ ലോകത്തിന് വേണ്ടിയല്ല, എനിക്ക് തന്നവർക്ക് വേണ്ടി. യേശു പ്രാർത്ഥിക്കുന്നത് എനിക്ക് തന്നവർക്ക് വേണ്ടി. യേശു പ്രാർത്ഥിക്കുന്നത് എന്താ? അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെന്താ? അവരെ എവിടെ നിന്ന് പിടിപ്പിക്കുന്ന പറഞ്ഞ്? ദുഷ്ടന്റെ കെണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഈശോയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? നമ്മൾ കൃത്യമായിട്ട് കാണുന്നു, ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്. അഥവാ പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജഡമാണല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നേ. ജഡത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന
ദൈവം കേൾക്കത്തില്ല. കാരണം നമ്മൾ ജഡത്തിലാണ്, പാപത്തിലാണ്, ലോകത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചോളാം നിങ്ങൾക്ക് വേണ്ടി. പിതാവേ, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. ലോകത്തിനെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. കാരണം അവര് ലോകത്തിലാ, ദുഷ്ടന്റെ കരവലയത്തിലാണ് ഈ ലോകം. നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് ഈ കരവലയത്തിൽ നിന്ന് അവരെ വിടിവിക്കണം, രക്ഷിക്കണം. ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചോളാം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്താ? നമ്മളിപ്പോ പ്രാർത്ഥിക്കല്ലേ, ദിവസങ്ങളൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കല്ലേ. അതിനാണ് റോമ 8:26 വചനം പറയുന്നത്. നമുക്ക് വേണ്ട വിധം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആർക്കറിയാം? തൃത്വിക ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം, യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മക്കളെ വേണ്ടത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. കാരണം എന്താ? വേണ്ടത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആരിൽ ആശ്രയിക്കണം? പരിശുദ്ധ ആത്മാവിൽ ആശ്രയിക്കണം, പൂർണ്ണമായും ആശ്രയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നു? വചനം പറയുകയാണ്, എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി ആ പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വാച്യമായ നെടുവീർപ്പുകളാൽ. കണ്ടോ? പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മളെ പ്രാർത്ഥിക്കാൻ ഒരുക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു, നമ്മളെ അഭിഷേകം ചെയ്യുന്നു. ആരെയാണ് അഭിഷേകം ചെയ്യുന്നത്? ആരെയാണ്? ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ. ഈ ആത്മാവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ ആത്മാവിൽ ആശ്രയിക്കുന്ന, അതായത് പ്രാർത്ഥനയിൽ ആത്മാവിനെ കൂട്ടുപിടിച്ച്, നമ്മൾ ആദ്യം കണ്ടു CCCയിലെ പരിശുദ്ധ അമ്മയെ കുറിച്ച് അല്ലേ? പരിശുദ്ധ അമ്മ സഭയുടെ പ്രതിരൂപം. അമ്മയോട് അല്ലേ? അമ്മയോട് ചേർന്നു, അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ? അവളുടെ ജീവിതം പൂർണ്ണമായിട്ടും ആർക്ക് പരമേൽപ്പിക്കപ്പെട്ടതാ? പരിശുദ്ധാത്മാവിന് അല്ലേ? പരമേൽപ്പിക്കപ്പെട്ട ജീവിതമാണ്. വിശുദ്ധിയുടെ ജീവിതം നയിച്ചവൾ അല്ലേ? പരമപരിശുദ്ധനായ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് തന്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചവൾ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവൾ. അതുകൊണ്ടാണ് സഭ ആധികാരികമായിട്ട് പറയുന്നത്, അവളോട് പ്രാർത്ഥിക്കാം, അവളോടൊപ്പം പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായിട്ടും നമ്മള് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പ്രാർത്ഥനയ്ക്ക്, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് 2-3 തലങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മളൊരു 100,000 കാര്യങ്ങള് അങ്ങോട്ട് വലിച്ചു വാരി ഇടുകയല്ല വേണ്ടത്. പിന്നെ നമ്മൾ പ്രാർത്ഥനയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് എന്താ? പരിശുദ്ധാത്മാവ് നിറയണം. ആദ്യം നമ്മൾ ചിന്തിച്ചു, പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം, എന്നാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്, അഥവാ യേശുവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഒരു തലം, 3 തലങ്ങൾ. ഒരു തലം, ആദ്യത്തെ തലം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പ്രാർത്ഥന ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരാണ് ശരിക്കും? ആരാത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയുള്ള മക്കളാ?
എങ്ങനെയുള്ള മക്കളാണ്? അതായത് ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണ് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ ചെന്നിട്ട് എന്റെ തമ്പുരാനെ നാളിതുവരെയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പണ്ടാറടങ്ങാനായിട്ട് ഉത്തരവും കിട്ടുന്നില്ല, വിടുതലും കിട്ടുന്നില്ല, സൗഖ്യവും കിട്ടുന്നില്ല, ഇതെന്നാ പ്രാർത്ഥന? നീ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്തോരം മക്കളെ ചോദിക്കുന്നറിയോ? പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന മക്കള് ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട്, ഇത്രയും നാളും ആരാധിച്ചുകൊണ്ടിരുന്നിട്ട്, പ്രാർത്ഥനയ്ക്ക് സഹായിച്ചുകൊണ്ടിരുന്നിട്ട് ഇതാ എന്താണ് കാര്യത്തിനൊരു തീരുമാനമാകാത്തത്? അപ്പൊ കാര്യസാധ്യത്തിന് വേണ്ടി തമ്പുരാന്റെ സന്നിധിയില് നിലവിളിക്കുക. ചെയ്യേണ്ടത് ഇതാണ്, കർത്താവിന് നന്ദി പറഞ്ഞ് ആദ്യമേ പ്രാർത്ഥിക്കണം. എന്തിനാ നന്ദി പറയുന്നത്? നമ്മൾ ആ നിമിഷം വരെ ആയിരിക്കുന്ന അവസ്ഥ കർത്താവ് ദാനമായി തന്നത് ആയുസ്സും ആരോഗ്യവും ഇല്ലേ? പ്രാർത്ഥിക്കാൻ തന്നെ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവമാണ്. അത് നന്ദി പറയണം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെയല്ലേ ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ, 11-ാം അധ്യായം, യോഹന്നാൻ 11:41 വചനം. യോഹന്നാൻ 11:41 നന്ദി പ്രാർത്ഥനയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. യോഹന്നാൻ 11:41 എന്നാ അവിടെ പറയുന്നത്? യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ. എന്താ പറഞ്ഞ? പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിന്റെ പശ്ചാത്തലം? കർത്താവേ, അവിടുന്ന്, എന്റെ പിതാവേ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ലാസറിന്റെ കുഴിമാടത്തിന് അരികെ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത് നന്ദി പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ലാസർ പുറത്തു വന്നിട്ടുണ്ടോ ജീവനോടെ? അപ്പോഴും ലാസർ എവിടെയാ? കല്ലറയ്ക്കുള്ളിലാ, ഡെഡ് ബോഡിയാ അല്ലേ? അവിടെ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത് അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മള് ആദ്യത്തെ പ്രാർത്ഥന എന്താ? നന്ദി പ്രാർത്ഥന. അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ അവിടെ എല്ലാം സംഭവിച്ചോ? എന്നാ സംഭവിച്ചേ? ലാസർ ജീവനോടെ, ലാസറേ നീ പുറത്തു വരിക എന്ന് ഈശോ കൽപ്പിച്ചപ്പോ മരിച്ച ലാസർ ഇതാ ജീവനോടെ പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയുടെ ആദ്യത്തെ തലമാണ് എന്ത്? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഒരു തലം പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ച കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? പ്രാർത്ഥന രണ്ടാമത്തെ തലം ഏതാണ്? മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആദ്യത്തെ തലം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ തലം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. എന്താ മധ്യസ്ഥ പ്രാർത്ഥന?
എന്താ മധ്യസ്ഥ പ്രാർത്ഥന? നമ്മളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വേദനിക്കുന്ന മൂന്നാമതൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലേ? ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് തിമോത്തിയോസിൽ എഴുതിയ ലേഖനം 1 തിമോത്തി 2:1 വായിച്ചേ. 1 തിമോത്തി 2:1. എന്താ പറഞ്ഞേ? അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എന്ത് ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്? എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുമ്പോ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പറയുകയാണ്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്താ നമുക്കറിയാം? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അത് വലിയ അത്ഭുതങ്ങളായിട്ട് മാറും, അടയാളങ്ങളായിട്ട് മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2023 ഒക്ടോബർ മാസം മാസമായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ പ്രത്യേകമായിട്ട് അനീഷമോൾക്ക് വേണ്ടി, ബേസിലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു വന്ന്. അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ കർത്താവ് 60 എന്നൊരു സംഖ്യ കാണിച്ചു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 60 എന്ന സംഖ്യ കർത്താവ് പറഞ്ഞത്. അത് 60 ദിവസമാണോ 60 മാസമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെയോ 60 ഒരുപക്ഷെ 60 ആഴ്ച ആകാം എന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? 3-4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കള് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം, അല്ലേ? നമ്മള് ജോസേട്ടനോടും ചേച്ചിയോടും ചേർന്ന് ഈ കുടുംബത്ത് നമ്മള് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാ ബലികളിലും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ യാത്രകളിലും, പരിശുദ്ധാമ്മയുടെ സംഘാടനത്തിലെ യാത്രകളിലും ഒക്കെ നമ്മള് പ്രാർത്ഥിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അതാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇല്ലേ? ഇതാ കർത്താവ് അന്ന് പറഞ്ഞ ആ 60 ആഴ്ച ഇന്ന് പൂർത്തിയാകുമ്പോ, ഇന്ന് അനീഷ കുട്ടി 7 ആഴ്ച ഇതാ ഉള്ളില് ഒരു കുഞ്ഞുവാവയെ വഹിച്ചുകൊണ്ട് 7ാമത്തെ ആഴ്ചയാണ് ഇത്. ഇന്നത്തെ സ്കാനിങ്ങില് അവളുടെ ഉള്ളിലെ കുഞ്ഞുവാവയ്ക്ക് നല്ല ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്നൊക്കെ സ്കാനിങ്ങിൽ ഡോക്ടർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വെട്ടിക്കെട്ട് കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞുവാവയെ മകൾ ഉദരത്തിൽ വഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 60 ആഴ്ച മുമ്പ് ഇതാ ഈ പീഠത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് തന്ന സംഖ്യയാണ് ആ സംഖ്യ. അതുപോലെ തന്നെ കഴിഞ്ഞ യാത്രയില് അല്ലേ ചേച്ചി ഉണ്ടായിരുന്നു. ആ യാത്രയില് അല്ലേ പരിശുദ്ധാമ്മയുടെ സന്നിധാനത്തില് പറഞ്ഞിരുന്നു, മക്കളോട് വിളിച്ചു പറഞ്ഞോ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥം വഹിക്കുമ്പോൾ ഓർക്കണമേ, ഇപ്പൊ നമ്മള് ഏതാണ്ട് 3-4 വർഷമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇതുവരെ കർത്താവ് നടത്തിയത് മതി, വേറെ ഒന്നും വേണ്ട. എന്താ അനുഗ്രഹം? ലോട്ടറി അടിച്ചതാണോ?
ആണോ? കണക്കില്ലാത്ത കുറെ സമ്പത്ത് കുമിഞ്ഞു കൂടിയതാണോ? ഇതൊന്നുമല്ല. കർത്താവ് ഈ നിമിഷം വരെ എന്റെ പാദം കല്ലിൽ തട്ടാതെ ഇതാ അവിടുന്ന് എന്റെ കൈ പിടിച്ച് നടത്തിയെങ്കിൽ ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും ബലിയർപ്പിച്ച് ബലിയായി തീർന്ന് അവന്റെ തിരിയിൽ ശരീര രക്തങ്ങൾ വിശ്വാസത്തോടെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശരീരം മുഴുവൻ നിറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിവസവും ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുവെങ്കിൽ മക്കളെ അതാണ് അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആരാധനയിൽ സംബന്ധിക്കുവാൻ, ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ആത്മീയ പ്രചോദനം നൽകി എന്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ ഇല്ലേ. ഇന്നലെ നമ്മൾ രാമല്ലൂര് അഭിഷേക ആരാധന പങ്കുകൊണ്ടു. ഇന്ന് നമ്മള് കോതമംഗലം നിത്യാരാധന ചാപ്പലില് നമ്മള് ബൈബിൾ കൺവെൻഷന് വേണ്ടി 2 മണിക്കൂറോളം ശക്തമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇത് വലിയ അഭിഷേകത്തിന്റെ ആരാധന കോതമംഗലം കത്തീഡ്രലില് അല്ലേ, ആലുവയിലുള്ള ധ്യാന കേന്ദ്രത്തില് അച്ഛന്റെ നേതൃത്വ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകൊണ്ടു. വലിയ അഭിഷേകം, വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് ചെയ്തുവെങ്കിൽ ഞാൻ പറയും മക്കളെ, മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതാ നമ്മള് ദൈവം ഈ ആത്മീയ വിരുന്നുണ്ണാൻ ഓരോ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെങ്കിൽ അത് മനുഷ്യന്റെ കഴിവല്ല, നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്നതല്ല, ഏതെങ്കിലും വ്യക്തിയിലൂടെ വരുന്നതല്ല. ദൈവമായ കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. നനീഷ മോള് വലിയ ക്ഷീണമാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല. വന്നേർന്നെങ്കിൽ ഇന്ന് എത്രയോ കെട്ടിപ്പിടിച്ച് അവളെ എല്ലാവരും ചൊപ്പിച്ചാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് നഷ്ടപ്പെട്ടല്ലോ മോളെ. അടുത്ത ആഴ്ച ചേട്ടാ ഞാൻ വരും, അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയായാലും വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സന്തോഷം ഈ കുടുംബത്തിലാണ് ആദ്യം നമ്മള് പങ്കുവെക്കേണ്ടത്, ഈ കുടുംബത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെയും ഇടയിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ഇടയ്ക്ക് യോസേഫിനോട് ചേച്ചിയോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോ. ഷൈജുവിന്റെ 5 ദിവസത്തെ വേളാങ്കണ്ണി യാത്രയിൽ പോകില്ലേ. സ്വന്തം ചേട്ടൻ പറഞ്ഞു 5 ദിവസം അവരുടെ കൂടെ പോ. തീർച്ചയായിട്ടും കുഞ്ഞിന് ഈ അനുഗ്രഹം ലഭിക്കും, ഉത്തരഫലം ലഭിക്കും. അവള് പ്രകടനാവും. ഇല്ല, ആരുടെ കൂടെയാ പോകാൻ പറഞ്ഞേ? ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള 5 ദിവസത്തെ ധ്യാനാത്മകമായിട്ടുള്ള വേളാങ്കണ്ണി യാത്രയുണ്ട്. അതിന്റെ കൂടെ പോവും. അവിടെ തൊട്ടാൽ ചേട്ടനെ പറഞ്ഞേ തൊട്ടാൽ അനുഗ്രഹം, തൊട്ടാൽ വീഴും ഇല്ലേ, തൊട്ടാൽ തെറിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോസഫ് പറഞ്ഞേ. മക്കളെ, ഇതൊന്നും വേണ്ട, ഒരു തെറിക്കലും വേണ്ട, ഒരു തൊടലും വേണ്ട. ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് 2 3 പേർ ഒരുമിച്ച് കൂടി ഇല്ലേ. ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയും, 100 പേരൊന്നും വേണ്ട, 50 പേരൊന്നും വേണ്ട. എന്റെ യേശുവിന്റെ വചനം 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ, ആരാധിക്കുമ്പോ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ഇടപെടാതെ പ്രാർത്ഥിക്കണം. 5:17-18 അല്ലേ? 17-18 ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അതുകൊണ്ടാ പറഞ്ഞ പ്രാർത്ഥനയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നന്ദി പ്രാർത്ഥന. എന്തിനാ നന്ദി പ്രാർത്ഥന? ഇതുപോലുള്ള അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തന്നപ്പോ, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങള് നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കർത്താവ് ചെയ്തപ്പോ, കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോ ആദ്യമേ തന്നെ നന്ദിയുള്ള ഹൃദയത്തോടെ, അപ്പാ, ഒരു യോഗ്യതയുമില്ലാതെ, ഒന്നുമില്ലാതെ കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, നന്ദി അപ്പാ, നന്ദി. ഇത് ഹൃദയത്തിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
യേശുവേ ആരാധന. ഇനി മൂന്നാമത്തെ തലമാണ് പ്രാർത്ഥനയുടെ തലമേ വരുന്നുള്ളൂ, വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. അപ്പന്റെ സന്നിധിയിൽ തീർച്ചയായിട്ടും നമുക്ക് നിലവിളിക്കാം, പ്രാർത്ഥിക്കാം, ഒരു തെറ്റുമില്ല കാര്യത്തിന്. അത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഒന്ന് എന്താണ്? നന്ദിയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ട്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് വേദനിക്കുന്ന അനേകായിരങ്ങളിലേക്ക് പ്രാർത്ഥന സപ്പോർട്ടുമായി നമ്മൾ ഇറങ്ങുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കൊടുക്കുന്നു, ലോകം മുഴുവനും വേണ്ടി മധ്യം സംഭവിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയില് ഒരു ഒന്നാമത്തെ തലമുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി, ഭാര്യ, കുഞ്ഞുങ്ങള്, ഇതൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോ ആദ്യത്തെ തലം വ്യക്തിപരമായ പ്രാർത്ഥന. ആദ്യത്തെ തലം എന്താണത്? ആർക്കെങ്കിലും പറയാമോ? എന്താ പ്രാർത്ഥിക്കട്ടെ? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണെന്ന് സപ്പോസ് ഞാനിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ എന്ത് പ്രാർത്ഥിച്ചു തുടങ്ങണം? എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം? എന്താ പ്രാർത്ഥിക്കട്ടെ? എന്താ പ്രാർത്ഥിക്കട്ടെ? എന്താ പ്രാർത്ഥിക്കട്ടെ? ആയിരിക്കുന്ന പറഞ്ഞേ, ആയിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായി ഏറ്റെടുക്കണം. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവേ കരുണയായിരിക്കണമേ. കാരണം ഞാൻ പാപിയാണ്. എനിക്ക് യോഗ്യതയില്ല പ്രാർത്ഥിക്കാൻ. ഞാൻ പാപിയാണ്. എന്നോട് കരുണയായിരിക്കണമേ. കഴിയുമെങ്കിൽ ഞാനും എന്റെ മാതാപിതാക്കളും പൂർവികരും ബന്ധുമിത്രാദികളും ഭരണാധികാരികളും സഭ മേലധികാരികളും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ, പൊറുക്കണമേ, കടങ്ങൾ ഇളച്ചു തരണമേ. അങ്ങയുടെ സ്വന്തമാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ നയിക്കണമേ. ഈ ഒരു സമർപ്പണ പ്രാർത്ഥന നടത്തിയിട്ടേ നീ നിന്റെ മറ്റാവശ്യങ്ങളിലേക്ക് കടക്കാവൂ. കാരണം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള യോഗ്യത നീ നേടുന്നത് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുക്കാം. മത്തായി 8-ല് നമ്മൾ കാണുകയാണ് അങ്ങനെ ഒരു പ്രാർത്ഥന. മത്തായി 8, മത്തായി 8-ന്റെ 5, മത്തായി 8-ന്റെ 5 തിരുവചനങ്ങള്. യേശു കഫർനഹൂമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നുമക്കളെ, മധ്യസ്ഥ പ്രാർത്ഥന ശക്തി ഇവിടെ നമ്മൾ കാണുകയാണ്. ഇതാ പ്രാർത്ഥനയുടെ ശക്തി. ഈ മനുഷ്യൻ ആരാ? ഈ ശതാധിപൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാ? നിസ്സാരക്കാരനാണോ? അതാ താഴേക്ക് പകരം വായിക്കുന്നത് മനസ്സിലാകും. തന്റെ ഒരു ഭൃത്യൻ തളർവാദ രോഗത്തിൽ കഠിനമായ വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശുവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. കാരണം അവന്റെ ഹൃദയത്തിലെ വിശ്വാസം കണ്ടിട്ട്, സമർപ്പണം കണ്ടിട്ട്, അലിവ് കണ്ടിട്ട്, ഈ എളിയ ദാസനോട് അവന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു കരുണയുണ്ടല്ലോ, ദയയുണ്ടല്ലോ, അത് കണ്ടിട്ട് യേശു പറയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ശതാധിപൻ തിരിച്ച് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ
പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതിനേക്കാളും യേശുവിനെ അതിശയപ്പെടുത്തിയത്, അത്ഭുതപ്പെടുത്തിയത് 9-ാമത്തെ വചനമാണ്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. കണ്ടോ 10-ാമത്തെ തിരുവചനം. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, തന്റെ കൂടെ ആയിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടാ യേശു ഇങ്ങനെ പറഞ്ഞേ? ഇദ്ദേഹം ഒരു വിജാതീയനായിരുന്നു, ഇല്ലേ? എന്നിട്ടും അടിയുറച്ചവൻ യേശുവിൽ വിശ്വസിച്ചു. രാജ്യത്തിന്റെ മക്കളാകട്ടെ യേശു പറയുകയാണ്, പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾ, ദൈവരാജ്യത്തിന്റെ മക്കൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരുന്നത്? അവരുടെ അവിശ്വാസം നിമിത്തം. യേശുവിൽ വിശ്വസിച്ചില്ല, മിശിഹായിൽ വിശ്വസിച്ചില്ല, ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നും നല്ല ഒരു ശതമാനം യഹൂദന്മാരല്ല, യഹൂദരെ വിശ്വസിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ അവര് വിശ്വസിച്ചിട്ടില്ല. അവിടെയുള്ള ക്രിസ്ത്യാനികള്, ഒരു ഭാഗം ക്രിസ്ത്യാനികള്, നമുക്കറിയാം, ഈസ്റ്റർ മറ്റേ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കുരിശിന്റെ വഴി നടത്തുമ്പോ യഹൂദരവരെ തുപ്പുന്നതും കല്ല് വെച്ചറിയുന്നതൊക്കെ വീഡിയോ കാണാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് ഇന്നും വാളാറ്റൊഴിയാതെ, ഇല്ലേ, ഇന്നും യഹൂദജനത്തിന്റെ ഇടയിൽ വാളാറ്റൊഴിയാതെ പോകുന്നതിന്റെ ഒരു കാരണം എന്താ? അതിനിടയായി തീരുന്നതിന്റെ കാരണം എന്താ? അവർ ഇന്നും രക്ഷകനായ യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. ഏകരക്ഷകനിൽ അവർ വിശ്വസിച്ചിട്ടില്ല. ഏകരക്ഷകനായ യേശുവിനെ നാഥനും രക്ഷകനുമായ ജീവിതത്തിലേക്ക് അവർ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും വാളാറ്റൊഴിയാതെ ജെറൂസലേം, അല്ലേ, അല്ലെങ്കിൽ യഹൂദ ഭവനത്തിൽ വാളാറ്റൊഴിയാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അതിന്റെ ഒരു ഡെഫിനിഷൻ കിടക്കുന്നത് ഹെബ്രായ ലേഖനത്തിലാണ്. ഹെബ്രായർ 11:1 നമ്മൾ കാണുകയാണ്. ഹെബ്രായർ 11:1 എന്താ പറയുന്നത്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വിശ്വാസം, അബ്രാഹത്തിന്റെ വിശ്വാസം, അല്ലേ? 75-ാം വയസ്സിൽ ദൈവം പറയുകയാണ്, നിനക്ക് സാറായിൽ ഒരു കുഞ്ഞ് ജനിക്കും. ആര് പറഞ്ഞു? സാറാമ്മച്ച് പറഞ്ഞു. ചിരിച്ചില്ലേ? ആക്കിക്കൊണ്ടൊരു ചിരി അങ്ങ് ചിരിച്ചു. ആക്കിക്കൊണ്ടൊരു ചിരി ചിരിച്ചു. അവിടെ ആരാ വന്നേ? അവിടെ ആരാ വന്നേ?
ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറയുമ്പോൾ 3 പേരുണ്ടായിരുന്നു. അതാരാ 3 പേര്? തൃത്വൈക ദൈവമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വൈക ദൈവം, ട്രിനിറ്റിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യക്തത നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദൈവം പറയുകയാണ്, അടുത്ത വസന്തത്തിൽ നിന്റെ കയ്യിലൊരു കുഞ്ഞിനെ ഞാൻ തന്നിരിക്കും. ഹല്ലേലൂയ. യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കെ, ഇതാണ് ഹെബ്രായർ 11:1. എന്താ പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട്. അല്ലേ? ഇതല്ലേ നമ്മുടെ ഈ കുടുംബത്തിൽ സംഭവിച്ചത്? നമ്മുടെ അനീഷമോട് സംഭവിച്ചതല്ലേ? നമ്മൾ പ്രത്യാശിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അല്ലേ? കഴിഞ്ഞ വർഷം ജപമാല മാസത്തിലെ കർത്താവ് 60 സംഖ്യ തന്നിട്ട് നമ്മളെ ബലപ്പെടുത്തി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അല്ലേ? ആരോ ചോദിച്ചു, അതിനുശേഷം നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോ ആരോ ചോദിച്ചു, ടോമിയാണോ അതാണോ ആരോ ചോദിച്ചു, ഈ 60 എന്ന് പറയുന്നത് ആരോ ചോദിച്ചേ? ബിജു ആണോ? ബിജു. ആരോ ചോദിച്ചു 60 എന്ന് പറഞ്ഞ 60 ദിവസമാണോ, 60 ആഴ്ചയാണോ, മാസമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 60 മാസമാകില്ല. 60 മാസമായി എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷം ഇല്ല. അത്ര കാലതാമസം കർത്താവ് വരുത്തുന്നില്ല. 60 ദിവസവുമല്ല. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ളത് എന്താ? 60 ആഴ്ച. ആ 60 ആഴ്ച ഇന്ന് പൂർത്തിയായി. ഇന്നല്ല, ഇന്ന് 7 ആഴ്ചകൾക്ക് മുമ്പ്. ഇന്നിപ്പോ 7 ആഴ്ചയായി. 7 ആഴ്ചയായി കർത്താവ് ദാനമായി കൊടുത്ത ആ കുഞ്ഞ് 7 ആഴ്ചയായിട്ട് ഇതാ അനീഷ മോളുടെ ഉദരത്തില് വളർന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള കുഞ്ഞായി. അത് മെഡിക്കൽ സയൻസ് പറയുകയാണ്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, നോർമൽ ആണ്, ഓക്കെ ആണ്. ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ജീവൻ തുടിക്കുന്ന ഒരു കുഞ്ഞായി അവളുടെ ഉദരത്തിൽ ഇന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മക്കളെ, കർത്താവ് ശക്തീകരിക്കട്ടെ. കർത്താവ് ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ അവൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ കുടുംബത്തിന് വലിയ, നമുക്ക് വലിയ സന്തോഷമായി അത് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് മെഡിക്കൽ സയൻസ് വിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, സാധ്യതയുണ്ട് മക്കളെ, സാധ്യതയുണ്ട്. അതിനു വേണ്ടിയ കർത്താവ് നമ്മൾക്കൊരു അല്പം പ്രത്യാശ തരാൻ വേണ്ടിയ കർത്താവ് 60 സംഖ്യ കാണിച്ചു തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് സ്ഥിരപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ജീവിക്കുന്ന ദൈവം. അവന്റെ വചനത്തിൽ എന്താ പറയുന്നേ? ചേച്ചി എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചന, ഉറക്കം പറഞ്ഞ വചനം 127:3, സങ്കീർത്തനം 127:3. കർത്താവിന്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ, മക്കൾ, ഉദരബലം. ജീവിക്കുന്ന ദൈവത്തിന്റെ സമ്മാനമാണ്. ഹല്ലേലൂയ. ആ സമ്മാനമാണ് നമ്മളെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന. ഹല്ലേലൂയ. നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് സാധ്യമായി ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അവനെല്ലാം സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ലൂക്ക 18:27 മനുഷ്യർക്ക് സാധ്യം, മെഡിക്കൽ സയൻസിന് അസാധ്യം, എന്റെ ദൈവത്തിന് സാധ്യമാണ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവം മക്കളെ ഇങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇറങ്ങി വന്ന് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. ഇനി എന്ത് ചോദിച്ചാൽ അവൻ തരാത്തത്? പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ചോദിച്ചു തീരുന്നതിന് മുമ്പ് അത് കിട്ടണം, അത് കിട്ടണം. നടക്കില്ല, അത് നടക്കില്ല. ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും കർത്താവിന് പഠിപ്പിക്കാനുണ്ട്. ഇതിലൂടെ, ഈ കാലതാമസത്തിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ചില നല്ല സംഭവം തരാൻ അല്പം കാലതാമസം ഒരുപക്ഷെ നേരിടാം. ഈ കാലതാമസം നമ്മൾ എന്ത് ചെയ്യും?
ഈ കാലതാമസം ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥന അവസാനിപ്പിച്ച് പ്രത്യാശയൊക്കെ കെട്ട് ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോയി നോക്കാം, വേറെ ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. അതാണല്ലോ ജോസേന്റെ ചേട്ടൻ അല്ലേ നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് ഒന്നും കിട്ടിയില്ല അല്ലേ, പോയി തൊടുമ്പോ വീടിനോടത്ത് പോയി. എന്നിട്ട് കിട്ടിയോ? എന്നിട്ടൊന്നും കിട്ടിയോ? വല്ലതും കിട്ടിയോ? എന്നതാ ഈ ചപ്പും ചവറും ചേനയും ചക്കയും മാങ്ങിയാണോ? എന്നതാ കിട്ടണ്ടേ? എന്നതാ കിട്ടണ്ടേ? നമുക്ക് എന്നതാ കിട്ടണ്ടേ? എന്റെ പൊന്നു മക്കൾ, നമുക്ക് കിട്ടേണ്ടത് നിത്യതയാ. അത് സ്വന്തമാക്കി എന്നുള്ള ഉറപ്പ്, സ്വന്തമായി എനിക്ക് നിത്യത എന്നുള്ള ഉറപ്പ്, അത് തരാൻ ആർക്കാ കഴിയുക? ആരാ അതിനെ കുറിച്ച് അത് പറഞ്ഞ് ഇങ്ങോട്ട് വാ മക്കളെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നാ ഇതാ നിത്യജീവൻ ലഭിക്കും, നിത്യത കിട്ടും, നിത്യതയിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറയുന്ന എത്ര കൂട്ടായ്മയുണ്ട്, എത്ര കൂട്ടായ്മയുണ്ട്. ഈ വിളിക്കുന്നവര് പോകുന്നവര് ഒന്നും കിട്ടാതെ തിരിച്ച് ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ ഇടയ്ക്ക് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഈ കഴിഞ്ഞ യാത്രയിൽ പോയി, എല്ലാവരും ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് പോയി. എന്നിട്ടുള്ള കിട്ടിയോ? 5 ദിവസത്തെ അല്ലേ? ആ പൈസ നഷ്ടമായത് മാത്രം മിച്ചമെന്ന ഇപ്പൊ അവര് പറയുന്നത്, നമ്മൾ പറയുന്നല്ല, അവര് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് തള്ളിയിടുന്ന പരിപാടിയല്ല, വിറച്ചു വീഴുന്ന പരിപാടിയല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചു കഴിയുമ്പോ എന്താ ചെയ്യുന്നത്? പറന്നു പോവാണ് ഇത്, തല്ലിയടിച്ച് വീഴാണോ ഇത്? ശക്തി പ്രാപിക്കും. ബലമില്ലാത്ത ഒരാള് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ബലമുള്ളവനായിട്ട് നിൽക്കുവോ അതേ മറിഞ്ഞു വീഴുവോ? ആ ബലമുള്ളവനായി തന്നെ നിൽക്കണം, നിൽക്കും. ചില അല്ലേ റയർ കേസുകളില് നമുക്കറിയാം, വലിയ ബന്ധനത്തിലായിരിക്കുന്ന മക്കള് ചിലപ്പോ വീട് നമ്മൾ കണ്ടു, നമ്മുടെ കൂട്ടായ്മയില് വീട് സംഭവങ്ങളുണ്ട് ഇല്ലേ? വലിയ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. അതായത് ആരുടെ മേൽ തൊട്ടാലും അപ്പോ അങ്ങോട്ട് വീഴുക. സംഭവം ഒരാള് വീണ് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വീഴുന്ന സഹോദരിമാരുടെ ഇടയിലായിരിക്കും. ഒരാള് വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വീഴുക. നമ്മള് ഈ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റേ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല സഭകൾ, നമ്മുടെ സഭ മാത്രമല്ല, പല സഭകൾ, പല ശുശ്രൂഷകൾ, ഒരാളങ്ങനെ പഠിച്ചു വീഴ്ത്തരും, ആ കണ്ണു മുഴിപ്പിച്ച് അടുത്ത ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേരും അടുത്തേക്ക് ചെല്ലണ്ട, അതിന് മുമ്പ് വീഴുകയാണ്. എന്റെ പൊന്നുമക്കൾ, ഇവിടെ ഒന്നും നിത്യത കിട്ടത്തില്ല, രക്ഷ കൈവരിക്കാൻ പറ്റത്തില്ല. നിത്യതയ്ക്ക് വേണ്ടി ആര് നിൽക്കുന്നുവോ അവന്റെ കൂടെ കൂടണം, അവന്റെ കൂടെ പ്രാർത്ഥിക്കണം. അത് കൃപയുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ തലം, ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. 1, എന്ന് നന്ദി പറഞ്ഞ് ആദ്യം പ്രാർത്ഥിക്കണം. 2, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. 3, മൂന്നാമത്തെ തലമാണ് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും നിയമങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലാദ്യം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരുണ ചോദിച്ച് മേടിച്ചിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങളും നിയമങ്ങളും നമ്മൾ സമർപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ചാടി എണീക്കാൻ നമുക്ക് എണീച്ചതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അനേകം ആത്മാക്കളെ നേടുവാൻ ഈശോയെ ഞങ്ങളൊരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് പ്രാർത്ഥനാ ചൈതന്യം, മധ്യസ്ഥ പ്രാർത്ഥന വരം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.